നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനേറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എന്നോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യുകെയിൽ വീണ്ടും പുതിയൊരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 7-8 വർഷമായിട്ട് യുകെയിൽ പ്രധാനമന്ത്രിമാരിങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓർക്കാൻ പോലും പറ്റുന്നില്ല ആരൊക്കെയാണ് പ്രധാനമന്ത്രിയായിട്ട് വന്നതെന്നുള്ളത്. നമുക്കറിയാം, ബോറിസ് ജോൺസൺ, പിന്നെ തെരേസ മെയ്, പിന്നെ ഋഷി സുനക്ക്, പിന്നെ സ്റ്റാർമർ, ഇപ്പോൾ പുതിയതായിട്ട് ആൻഡി ബേണാം പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. വൻ ഭൂരിപക്ഷത്തോടെ ഏകദേശം 400-ൽ പരം സീറ്റുകൾ വിജയിച്ചാണ് ലേബർ പാർട്ടി സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ യുകെയിൽ ഭരണത്തിലെത്തിയത്. എന്നിട്ട് സ്റ്റാർമറിനെ പ്രധാനമന്ത്രിയാക്കി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനകത്ത് തന്നെ വിമത ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു സ്റ്റാർമറിന് എതിരെ. അതിന് ശക്തി കൂട്ടിക്കൊണ്ട് ആൻഡി ബെനാം ഇപ്പോൾ MP ആയിട്ട് ജയിച്ച് പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ്. ഇന്നായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് പാർലമെന്റിൽ എത്തിയത്. ഇപ്പോൾ സ്റ്റാർമർ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുകയില്ല, ഇനിയും ഒരു ലീഡർഷിപ്പ് കോൺടെസ്റ്റ് ഉണ്ടായാൽ അതിൽ മത്സരിക്കും, അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഇന്ന് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന്. ഈ രാജി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത പുതിയൊരു നേതാവിനെ കണ്ടെത്തുന്നതുവരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡി ബേണാം മത്സരിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. വെസ്റ്റ് സ്ട്രീറ്റിംഗ് ഇനി മത്സരിക്കുന്നില്ല, ആൻഡി ബേണാമിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഞ്ചല റെയ്നർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ആരായിരിക്കും അടുത്ത ഒരു പ്രധാനമന്ത്രിയായിട്ട് വരിക എന്നുള്ളത്. പക്ഷേ ഭൂരിപക്ഷമായിട്ട് ചാൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ആൻഡി ബേണാമിന് തന്നെയാണ്. കാരണം മാഞ്ചസ്റ്റർ മേയറായിട്ടൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പേരെടുത്തിട്ടുള്ള ഒരു നേതാവാണ്. അന്നേരം അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ചാൻസ് എന്നാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ILRുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കാരണം കഴിഞ്ഞ മാർച്ചിലൊക്കെ പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് മാറ്റിവെച്ചു ഇപ്പോൾ അടുത്ത സെപ്റ്റംബറിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 5 ഇയർ എന്നുള്ളത് 10 വർഷം ആക്കുമെന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, ലേബർ അധികാരത്തിൽ വന്നതിന് ശേഷം, സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഇമിഗ്രേഷൻ മാറ്റങ്ങളൊന്നും അവർ കൊണ്ടുവന്നിരുന്നില്ല. അതായത് മീഡിയം സ്കിൽഡ് ജോബിലുള്ളവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അത് കൂടാതെ അവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ വർക്കേഴ്സിന് യുകെയിലേക്ക് വരാൻ സാധിക്കുകയില്ല. പിന്നെ ഒരെണ്ണം കൊണ്ടുവന്ന് PSWയിൽ ഒരു മാറ്റം വരുത്തിയിരുന്നു. 2 വർഷത്തിൽ നിന്ന് 1.5 വർഷമാക്കി മാറ്റി. അത് 2027 തൊട്ടാണ്. ഇത്രയും മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് അവർ കൊണ്ടുവന്നത്. പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ യുകെയിലേക്ക് ലീഗലായിട്ട് വരുന്നവർക്കെതിരെ വലിയ നടപടികളൊന്നും എടുത്തിരുന്നില്ല. പക്ഷേ ഡിപ്പെൻഡന്റ് വിസ ക്യാൻസൽ ചെയ്തത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ യുകെയിലുള്ളവർക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യുകെയിൽ PSWയിൽ നിന്നൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർ PSW കഴിഞ്ഞ് ഇപ്പോൾ സ്കിൽഡ് വർക്കറിലേക്ക് മാറുമ്പോൾ, കെയർ വർക്കറിലേക്കോ അല്ലെങ്കിൽ 6131 ജോബ് കോഡിലേക്കൊക്കെ മാറുമ്പോൾ അവർക്ക് ഡിപ്പെൻഡൻസിനെ നിർത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഒരുപാട് പേർക്ക് വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷേ അവർ ഈ ILRുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും സ്റ്റാർമർ യുകെയിൽ എത്തിയവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഷബാനയുടെ നേതൃത്വത്തിൽ അവർ ഇമിഗ്രേഷനെതിരെ ശക്തമായ കുറച്ച് തീരുമാനങ്ങൾ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഇമിഗ്രേഷൻ മിനിസ്റ്ററായ മൈക്ക് ടാപ്പും ശക്തമായ സപ്പോർട്ടാണ് അവർ ആ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ആൻഡി ബേണാം പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ഈ പാർലമെന്റിലെ ഇപ്പോൾ ഉള്ള മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ മന്ത്രിമാരെ എടുക്കുമോ എന്നുള്ളത് അറിയില്ല. അതോ ഇപ്പോൾ നിലവിലുള്ളവരെ തന്നെ ആ സ്ഥാനങ്ങളിൽ ഇരുത്തുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിയുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഇലക്ഷന്റെ സമയത്തൊക്കെ ആൻഡി ബേണാമിന്റെ ടീം പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷബാന മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള ഇമിഗ്രേഷൻ റീഫോം നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് അതിൽ മാറ്റം വരുത്താനുള്ള ചാൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എന്തായിരിക്കും അടുത്ത മാറ്റം എന്നുള്ളത്, പ്രത്യേകിച്ച് ILRുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ. കാരണം ആൻഡി ബേണാം പറഞ്ഞിട്ടുണ്ട് ഈ ലീഗലായിട്ടുള്ളതും ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ തടയുന്നതിനുള്ള കാര്യങ്ങൾക്ക് അയാൾ ശ്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇത് ഈ ILR നിയമം എങ്ങനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഷബാന മുഹമ്മദിന്റെ നേതൃത്വത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഇതുവരെ നമ്മൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഇപ്പോൾ എന്തായാലും ഈ നിയമങ്ങളെല്ലാം ഇങ്ങനെ പതുക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഇവർക്ക് ഈ മന്ത്രിസഭയിലെ പ്രശ്നങ്ങൾ മൂലം ഓരോ ദിവസവും ഇങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പുതിയതായിട്ട് ILRന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദിവസവും 100-ൽ പരം കുടുംബങ്ങൾക്ക് പുതിയതായിട്ട് ILRന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്തോറും നമുക്ക് നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ സെപ്റ്റംബറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫൈനൽ തീരുമാനം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഹോം ഓഫീസിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ എല്ലാം പറയുന്നത് സെപ്റ്റംബറിൽ ഓട്ടത്തിൽ ഇത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ദോഷമാകുന്ന നിയമങ്ങളെല്ലാം തന്നെ ആൻഡി ബേണാം മാറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.